എല്ലാവർക്കും KM TV വെസ്റ്റേൺ വയലിൻ സോങ് ലെസൺ പാർട്ട് 1 സ്വാഗതം. ഞാൻ അജയ് കുമാർ ജി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിംഗിൾ ബെൽസ്, ഹാപ്പി ബർത്ത്ഡേ, ഈ രണ്ട് സോങ്ങുകളുടെ ഈ രണ്ട് വേരിയേഷനാണ് നമ്മൾ പഠിക്കുന്നത്. വെസ്റ്റേൺ വയലിൻ എങ്ങനെ വായിക്കാം. അപ്പം ജിംഗിൾ ബെൽസ് എന്ന് പറയുന്ന ഒരു വേരിയേഷൻ ഒരിച്ചിരി ഡിഫറെൻ്റ് ആണ്. രണ്ടാമത്തെ വേരിയേഷൻ ഒരിച്ചിരി കൂടെ ഡിഫറൻസ് ഉണ്ട് അതിന്. ഇതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് നൊട്ടേഷൻ സ്റ്റൈലിൽ എഴുതിയിട്ടുണ്ട്. അതല്ലാതെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഉപയോഗിച്ച് എഴുതിയിരിക്കുന്ന ഒരു വേരിയേഷനുമുണ്ട്. ഇത് രണ്ടുമാണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എപ്പോൾ നിങ്ങൾ പ്രാക്ടീസിനായി വയലിൻ എടുത്താലും അത് ട്യൂൺ ചെയ്യുകയും ശരിയായ രീതിയിൽ ബോയിൽ റോസിൻ അപ്ലൈ ചെയ്തും വേണം വായിക്കാൻ. അപ്പോൾ നമുക്ക് ഈ രണ്ട് സോങ്ങുകളിലേക്ക് ഒന്ന് കടക്കാം. അപ്പോൾ നമ്മൾ 8 ലൈൻസുള്ള ജിംഗിൾ ബെൽസ് എന്ന വെസ്റ്റേൺ സോങ്ങാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഈ സോങ് എഴുതിയിരിക്കുന്നത് ജി മേജർ സ്കെയിലാണ്. ഇതിൻ്റെ 4/4 ടൈമിംഗ് ആണ്. അതായത് 4 ബീറ്റ് എല്ലാ ബാറിലുമുണ്ട്. അപ്പോൾ അതെങ്ങനെ വായിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ വിരലുകളിലേക്ക് വയലിനിലേക്കും നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ ജിംഗിൾ ബെൽസ് എന്നുള്ള സോങ് നമുക്കതിൻ്റെ തനതായ വേഗതയിലൊന്ന് വായിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ജി മേജറാണ് ഈ സ്കെയില്. ഈ ഒരു സോങ് ആ ജി മേജർ സ്കെയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഈ രൂപത്തിൽ വായിച്ച് പഠിക്കുക. ഇതിൻ്റെ ഒരു വേരിയേഷൻ കൂടുണ്ട്, അതോടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ജിംഗിൾ ബെൽസിൻ്റെ അടുത്ത വേരിയേഷൻ ഇത് ഡി മേജർ സ്കെയിലിലാണ്. 4/4 ആണ് ഇതിൻ്റെ ടൈമിങ്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് വായിച്ചിരിക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഈ സോങ്ങിനൊരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് ബാറിലൊരു റെസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ബാറിലൊരു റെസ്റ്റ് ഉണ്ട്, 4th ബാറിൽ 3 ബീറ്റ് റെസ്റ്റാണ്. അപ്പോൾ ആ റെസ്റ്റോട് ഉൾപ്പെടുത്തി ഞാൻ വായിച്ചേക്കുന്നത്. എങ്കിലും 1 മിനിറ്റ് അതിൻ്റെ തനതായ സ്പീഡിൽ വായിക്കുന്നത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം.
രൂപത്തിൽ നിങ്ങളിത് വായിക്കണം. എന്നിട്ട് ഇത് പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് വായിക്കും, ഇച്ചിരി സ്പീഡ് കൂട്ടാം. ഈ രൂപത്തിൽ സ്പീഡിൽ നിങ്ങളിത് വായിച്ചോണം. അപ്പം ഇനി നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സോങ്ങിലേക്ക് പോവാം. അടുത്ത സോങ് എന്ന് പറയുന്നത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സോങ്ങാണ്. ഇത് 3/4 ടൈമിംഗ് ആണിത്. ഇതിൻ്റെ സ്കെയിൽ വരുന്നത് ഡി മേജർ സ്കെയിലിലാണിത്. അപ്പോൾ 3/4 ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ബാറിൽ 3 ക്രോഷറ്റ് നോട്ട് കാണും. 4 ബീറ്റിൻ്റെ ടൈമാണ്. അപ്പം 3 ബീറ്റുണ്ട്. ഈ ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ബീംഡ് നോട്ടാണ്. ഒന്നാമത്തെ നോട്ട് അര നോട്ടാണ്. അര നോട്ടിൻ്റെ അപ്പുറം ഒരു കുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡോട്ട് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞത് 1/4 നോട്ടായിട്ട് കൂട്ടും നമ്മൾ. അപ്പോൾ അപ്പുറത്തെ അതിൻ്റെ തൊട്ടടുക്കുള്ള നോട്ട് 1/4 നോട്ടായി. 3/4 1/4 1. അപ്പോൾ അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ലൈനിൽ ജി ജി എന്നുള്ളത് വായിക്കേണ്ടതും അതും ഇതുപോലെ തന്നെയാണ്, 3/4 1/4 നോട്ട്. അപ്പം അല്ലെങ്കിൽ ഇങ്ങനെ വായിക്കണം. അപ്പം നമുക്കിത് നോക്കാം. സിമ്പിൾ സോങ് ആണിത്. ആദ്യം ഞാനിത് പതുക്കെ വായിക്കാമെന്ന് കണ്ടോണം. ഇതാ, ഒരു തവണ കൂടെ. അത് ഇച്ചിരി വേഗതയിലായിരിക്കും. ഇതിൽ ഈ മൂന്നാമത്തെ ലൈനിൽ രണ്ടാമത്തെ ബാറിൽ രണ്ടാമത്തെ നോട്ടിൻ്റെ മുകളിൽ ഒരു ചന്ദ്രക്കല പോലെ കൊടുത്തിട്ട് കുത്തിട്ടിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ടിന് നമുക്ക് ഇഷ്ടമുള്ളത്ര എന്ന് പറഞ്ഞാൽ വൃത്തികേട് വരാത്ത രൂപത്തിലൊരു ലെന്ത് കൊടുക്കുക അതിന്. അതായത് ഇതാ, അപ്പം ആ ബിക്ക് ലെന്ത് കൂട്ടാം. ഇങ്ങനെ വായിക്കുക. അപ്പം വായിച്ച് പഠിക്കുക. ഞാനൊരു തവണ കൂടെ വായിക്കാം. നന്നായിട്ട് ഇതൊന്ന് വായിച്ച് പഠിക്കുക. പിന്നെ ഇതിൻ്റെ അടുത്ത ഒരു വെർഷനുണ്ട്. അത് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ തന്നെ എഴുതിയിരിക്കുന്നതാണ് ആ നോട്ട്. അത് ഞാനിവിടെ വായിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റൊരു രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഡി ഡി എന്നുള്ള ആ എന്തോന്ന്, അതായത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്ന് കാണിക്കാവൂ. അതായത് ഡി അത് നിങ്ങൾക്ക് സ്വയമേ വായിച്ച് പഠിക്കാം. അതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം വായിക്കുക, പഠിക്കുക. ഈ സോങ് സിമ്പിളാണ്. ഇതൊന്ന് പഠിക്കുക. ഇനി അടുത്ത ഞാൻ നോക്കട്ടെ. സിനിമാ സോങ്ങിൻ്റെ നോട്ട് എഴുതി ഉണ്ടാക്കിയിട്ട് ഞാൻ അത് ഇടുകയുള്ളൂ. കാരണം അത് ഇച്ചിരി ടൈം എടുക്കുന്ന ജോലിയാണ്. അപ്പം ഞാൻ അടുത്ത ഒരു സോങ്ങുമായിട്ട് നിങ്ങളെ കാണുന്നിടം വരെ എല്ലാവർക്കും
നന്ദി, നമസ്കാരം. പിന്നെ പ്രത്യേകമായി എനിക്ക് പറയാനുള്ളത്, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ നന്ദി, നമസ്കാരം.